MDMA അടിക്കുന്ന, കഞ്ചാവ് അടിക്കുന്ന നിന്റെ കൂട്ടുകാരനെ നീ പ്രോത്സാഹിപ്പിക്കരുത്. അവന്റെ കൂടെ നീ കമ്പനി അടിച്ച് നടക്കരുത്. നിന്നെ പാപം ചെയ്യാൻ, തിന്മയിലേക്ക് നയിക്കാൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നെ നയിക്കുന്നവന്റെ കൂടെ നീ കൂട്ടുകൂടരുത്. ജ്ഞാനിയോട് കൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാകും. നീ ആരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന നീ അതാകും. നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാത്ത, നിന്നെ ദൈവത്തോട് അടുപ്പിക്കാത്ത, ദൈവിക ബന്ധത്തിൽ കണക്ട് ചെയ്യാത്തതൊന്നും നിനക്കുള്ളതല്ല. 100% അല്ല. പിന്നെ കിടന്ന് മോങ്ങരുത്, അല്ലെ കരയരുത്. അത് പോയി ഇത് പോയി, ഇപ്പം പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഴയ പോലെ ആരാധിക്കാൻ പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിലും തിരിച്ചു വന്നോണം, പ്രാർത്ഥനയിലേക്ക് വന്നോണം. എനിക്ക് വെറുതെ പറയല്ല ഇത്. ആവശ്യമില്ലാത്തടത്ത് പോയി ഇരിക്കരുത്. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്ന്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. എന്നിട്ട് പഴയതുപോലെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കൈയടിക്കാൻ പറ്റുന്നില്ല, ഉപവസിക്കാൻ പറ്റുന്നില്ല, എന്തോ എനിക്കിപ്പം ചർച്ച വരുന്നതിനോടൊരു സന്തോഷമില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്വത്രം അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം, അതൊരു ദുഷ്ടഹൃദയമാണ്. നല്ല ഈ ഇംഗ്ലീഷ് വായിക്കണം അവിടെ കേട്ടോ. മലയാളത്തിൽ ദുഷ്ടഹൃദയം ഇരിക്കുമ്പോൾ ഈവിൾ ഹാർട്ട് എന്ന, ഈവിൾ ഹാർട്ട്, പിശാച് കൈക്കലാക്കിയ ഹൃദയം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. അത് നിങ്ങൾ സൂക്ഷിക്കാൻ എഴുതിയിരിക്കുന്നത്, ദൈവം സൂക്ഷിക്കുമെന്നല്ല. ചേർന്ന് ആമേൻ പറഞ്ഞേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. 1 യോഹന്നാന്റെ ലേഖനം.